ഈ പി ആറുമായി ബന്ധപ്പെട്ട SKN പ്രത്യേകിച്ചും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അതൊരു വിഷയമായി തന്നെ ഉയർത്താൻ കാരണം PR ഏജൻസികളെ എല്ലാവർക്കും സമീപിക്കാം, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ബോധപൂർവം ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നുള്ള ആംഗിളിൽ കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ന് ആ ചോദ്യം ഉണ്ടായത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് CM മറുപടി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്താണ് കള്ളം എന്ന് ടു ദ പോയിന്റ് അറിയുമോ? അല്ല, ഞാൻ പറഞ്ഞത് ഹാഷ്മി, ഈ PR ഏജൻസികൾ ഉപയോഗിച്ച് വ്യാജ പ്രചാരണം സർക്കാരിനെതിരെ നടത്തുന്നു എന്ന് പറയുന്നത് അത് ഒരു കൂട്ടം, അതൊരു തുടർച്ചയാണ്. പല മേഖലകളിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ CM ആ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം കിഫ്ബിയാണ്. ഒരു ചോദ്യമാണ്. ഞാൻ കുറെ നോക്കി എന്താണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട നുണ ആരോപണം എന്താണെന്ന് റേഡിയോ ഉണ്ടോ? ഇല്ല, അതുമില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ അതും സ്പെസിഫിക് ആയിട്ട് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്. അതായത് അത് ഏതിലാണ് കൃത്യമായ ആരോപണം എന്ന് പറയുമോ? അതെനിക്ക് സംശയം. അത് കിഫ്ബിയിൽ അടക്കം നുണ പറയുന്നു. കിഫ്ബിയിൽ പ്രതിപക്ഷം അത് എവിടെയാണ് അങ്ങനെ വന്നത്? ഇപ്പൊ ഇന്ന് CM മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഗൂഢസംഘത്തിലേക്കും ഈ PR-ലേക്കും ഈ നുണയിലേക്കൊക്കെ പോകാനുള്ള നാന്ദിയായതൊരു ചോദ്യമാണ്. ആ ചോദ്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇങ്ങനെ വ്യാജങ്ങൾ പറഞ്ഞു വരുന്നു. അതായത് കിഫ്ബിയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും ഉപയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല കിഫ്ബിയെ നല്ല കാര്യമായിട്ട് പറയുകയും ചെയ്തു. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ഉണ്ടല്ലോ. പക്ഷേ കിഫ്ബി ആകെ ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന, മറ്റൊരു സംവിധാനമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. എന്താണ് നടത്താൻ പറ്റുന്നുണ്ടോ? അത് കൃത്യമായ സ്പെസിഫിക് ആയിട്ട് മുഖ്യമന്ത്രിയുമായി വിഷയം പറഞ്ഞിട്ടില്ല.